3 വട്ടം ഇതിലേക്ക് പതിയെ തൂത്തൂന്ന് തുപ്പണം. സുന്ദരിയായിട്ടുണ്ടല്ലോ. അവളുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. അവളുടെ വീട്ടുകാർ അവളുടെ കല്യാണം നടത്തുവോ നടത്താതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അതിനു വേണ്ടി നീ എന്തിനാ ആദ്യം അവിടെ കാവല് നിൽക്കുന്നേ? എന്റെ മുത്തശ്ശനാ അവളുടെ കല്യാണം നടത്തുന്നത്. ഈ കല്യാണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മുത്തശ്ശനെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നേ. എനിക്കാണെങ്കിൽ ഒഴിഞ്ഞു മാറാനും പറ്റുന്നില്ല, മുത്തശ്ശനോട് നോ പറയാനും വയ്യ. ആ നശിച്ച പെണ്ണിന്റെ കല്യാണം കഴിയുന്നവരെ എനിക്കിവിടുന്ന് അനങ്ങാനും പറ്റില്ല ജോ. നന്നായി ജോ. അതെ, എത്ര കാലം നീ ഇങ്ങനെ മുത്തശ്ശനെ പേടിച്ച് ജീവിക്കും? ജോ, നിനക്ക് അറിയാവുന്നതല്ലേ, ചെറുപ്പം മുതലേ ഞങ്ങൾ അങ്ങനെയാ. മുത്തശ്ശനെ എതിർക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല. മുത്തശ്ശനെ എതിർക്കണമെന്നല്ല, പക്ഷേ മാളു നിന്റെ ശത്രുവാണെന്നുള്ള കാര്യം നീ മറക്കരുത്. അവൾ ഒരുത്തി കാരണം നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണ്ടല്ലോ. അമൃതേച്ചി ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടിനൊക്കെ യഥാർത്ഥ കാരണക്കാരി ആ മാളു അല്ലേ? അന്ന് അവൾ എന്റെ പ്ലാൻ പൊളിച്ചതുകൊണ്ടല്ലേ ഇന്ന് അമൃതേച്ചിക്ക് ഈ ഗതി വന്നേ. അല്ലായിരുന്നെങ്കിൽ അമൃതേച്ചി സേഫായി ഇപ്പൊ വേറെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നേനെ. അതെല്ലാം കൊളവാക്കിയതവൾ ഒറ്റ ഇരുത്തിയോ? ആദി, നിനക്ക് ഇത്തിരിയെങ്കിലും നാണോ മാനോ ഉണ്ടെങ്കിൽ അവളുടെ കല്യാണത്തിന് പപ്പടം വിളമ്പാൻ നീ പോകരുത്. എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. കുഞ്ഞേ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ പോണേ? ദാസപ്പേട്ടൻ കേറ്, ദാസപ്പേട്ടൻ കേറ്. കുഞ്ഞേ, ആദി കുഞ്ഞേ, നമ്മളെന്താ ഇവിടെ? വാ പറയാം. എന്തായി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇതുവരെ? അത് നിനക്ക് തിന്നാനുള്ള അല്ല, അതവിടെ വച്ചേക്ക്. ഒരെണ്ണം തിന്നോട്ടെ ചേച്ചി. ശരി, ഒരെണ്ണം കഴിച്ചോ പോരെ. ഇങ്ങി തന്നെ. ആ, പെട്ടെന്ന് ചെയ്യട്ടോ. അപ്പോ ഇങ്ങടുത്തെ നീ എന്താ എത്ര ആലോചിക്കുന്ന? എന്റെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടെന്ന് എന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും വിധിച്ചതല്ലേ നടക്കൂ. നീ പോയി ജലജേച്ചി എവിടാൻ നോക്ക്. ആഹാ, പൂജ കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. എന്റെ കുഞ്ഞിനെ എല്ലാവരും കണ്ണു വെച്ചിട്ടുണ്ടാവും. ഞാനിച്ചിരി കല്ലുപ്പും മുളകും ഒക്കെ വെച്ച് ഒഴിഞ്ഞിടാന്ന് വിചാരിച്ചു. ചേച്ചിയോട് ഞാൻ അങ്ങോട്ട് പറയണോന്ന് ആലോചിച്ചതേ ഉള്ളൂ. എന്തായാലും നന്നായി. അതെ, ഞാൻ പാലെടുത്തിട്ട് വരാമേ. പോയിട്ട് വാ മോളെ, എണീക്ക്. ദൃഷ്ടിദോഷവും കണ്ണീർദോഷവും ഒക്കെ അങ്ങ് മാറട്ടെ. നിങ്ങൾ രണ്ടുപേരും സന്തോഷായിട്ട് ജീവിക്കണം. ഈ വീട് നിറയെ ഓടിക്കളിക്കാൻ കുഞ്ഞുങ്ങളും ഉണ്ടാവണം. ജലജമായി അതെ ഒഴിയാണല്ലേ? 3 വട്ടം ഇതിലേക്ക് പതിയെ തൂത്തൂന്ന് തുപ്പണം. സുന്ദരിയായിട്ടുണ്ടല്ലോ.
നിങ്ങൾ രണ്ടുപേരും സന്തോഷായിട്ട് ജീവിക്കണം. ഈ വീട് നിറയെ ഓടിക്കളിക്കാൻ കുഞ്ഞുങ്ങളും ഉണ്ടാവണം. കൊള്ളാട്ടോ. ദാ മോളെ പാല് പിടിച്ചോ. മോള് മുറിയിലേക്ക് ചെല്ലുന്നേ. മോളെ, രണ്ട് വീട്ടിലായി വളർന്നവരല്ലേ. ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ ചെറിയ പിണക്കങ്ങളും മിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവിക. പക്ഷേ എന്തൊക്കെ ഉണ്ടായാലും അത് നിങ്ങളുടെ മുറിന്ന് പുറത്തോട്ട് വരരുത്. ആ മുറിയിൽ തന്നെ തീർത്തോണം. ചെറിയ വീടല്ലേ മോളെ, ഒരു കുഞ്ഞു ശബ്ദം ഉണ്ടായാൽ പോലും ഇവിടെ വലിയ ശബ്ദമായിട്ടാ കേൾക്കുക. മോള് ചെല്ലേ. അമ്മായി ഞാൻ വരാവേ. മോള് ചെല്ലേ. എന്റെ മാഷേ, ഇതൊക്കെ ഇനി നാളെ നോക്കാം. മാളൂട്ടി അതിങ്ങ് തന്നേ. എക്സാം പേപ്പർ തീരാറായതായിരുന്നു. ബാക്കി നാളെ തീർത്താ മതി. ഏടി എന്റെ പേനിങ് തന്നേ. എഴുന്നേറ്റെ. എഴുന്നേക്ക് ശ്രീയേട്ടാ. എന്താടി? ചെല്ല്. അമൃതേച്ചി അകത്ത് കാത്തിരിക്കുക. അയ്യടാ, നാണം കണ്ടില്ലേ? പോടി. ചെല്ല്. വാന്നേ പോ. നടക്ക്. ദാസപ്പേട്ടോ, നമ്മൾ എവിടേക്ക് അന്വേഷിച്ചു? എല്ലാവർക്കും ഒരേ അഭിപ്രായം, മാളുവിന്റെ ചെക്കൻ നല്ല പയ്യനാണെന്ന്. നല്ല കാര്യമല്ലേ കുഞ്ഞേ. നല്ല കലക്കൻ ചെറുക്കനെയാ നമ്മളെ മാളൂരിന് കിട്ടിയിരിക്കുന്നേ. എന്റെ ദാസപ്പ ചേട്ടാ, എന്താ കുഞ്ഞേ? നിങ്ങൾ എന്തിനാ അത് നോക്കിയിരിക്കുന്നേ? എടുത്ത് കുടിക്കി. അയ്യോ എനിക്ക് വേണ്ട കുഞ്ഞേ. അതെന്താ നിങ്ങക്ക് വേണ്ടാത്തെ? നമ്പ്യാർ സാറൊക്കെ എന്ന് അറിഞ്ഞാൽ എന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞാലേ മുത്തശ്ശൻ അറിയൂ. എന്നാലും വേണ്ട കുഞ്ഞേ. ഞാൻ പറയില്ല, എടുത്ത് കുടിക്കി. അല്ല കുഞ്ഞേ, ഇത് ദാസപ്പേട്ട എടുത്ത് കുടിക്കി. ഓ ഓ ഓ പിടിച്ചേ, അടി.